സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഫ്ളാറ്റ് ഉടമയും ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന് ഇന്ന് എക്സൈസ് നോട്ടീസ് നൽകും. കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിനായാണ് ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ വിളിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? മോത്തി ഇന്ന് ഹാജരാകാനല്ല, ഇന്ന് ഇത് സംബന്ധിച്ച് ഈ സമീർ താഹിറിന് നോട്ടീസ് നൽകാനാണ്. അതെന്ന് ഹാജരാകുമെന്നത് സംബന്ധിച്ച നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും ഈ രണ്ട് സംവിധായകരും അതോടൊപ്പം തന്നെ അവരുടെ വിദേശത്തു നിന്നെത്തിയ സുഹൃത്തുമാണ് ആ ഫ്ലാറ്റിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചത്. അത് ഇവർക്ക് ആ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് എക്സൈസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ രണ്ട് സംവിധായകരും വ്യക്തമാക്കിയത് തങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ് എന്നത് സംബന്ധിച്ച് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു സിനിമയുടെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിലെത്തി താമസിച്ചതെന്നാണ് ഈ സംവിധായകർ സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ സമീർ താഹിറിനെ ഇത് സംബന്ധിച്ച് എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഇവർ കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സമീർ താഹിറിന് അറിയാമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ചോദിച്ചറിയും. കൂടാതെ ഈ രണ്ട് സംവിധായകർ കൂടാതെ മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ടായിരുന്നു. ഇയാൾ വഴിയാണ് ഇവർക്ക് ലഹരി ലഭ്യമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ലഹരി നൽകിയ, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയ കൊച്ചി സ്വദേശി ഒളിവിലാണ്. അയാളെയും പോലീസല്ല എക്സൈസ് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. അയാളെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ സമീർ താഹിറിനെ കൂടി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്.